നിലമ്പൂർ മേഖലയിലെ പ്രാദേശിക കലാകാരന്മാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നിറം എന്ന പേരിൽ പുതിയ കൂട്ടായ്മയ്ക്ക് തുടക്കമാകുന്നു. ഇതിന്റെ ഭാഗമായി നിലമ്പൂർ കനോലി ഹാളിൽ ചിത്ര ശില്പ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 28, 29, 30 തീയതികളിലായി നടക്കുന്ന കലാപ്രദർശനവും വിൽപ്പനയും ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം നടത്തുന്ന തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ IFS മുഖ്യ പ്രഭാഷണം നടത്തും. മുതിർന്ന കലാകാരന്മാരെ ആദരിക്കൽ, ഗസൽ, ലൈവ് ആർട്ട് ഡെമോൺസ്ട്രേഷൻ വർക്ക്ഷോപ്പ്, KG മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികൾക്കായി ചിത്രരചന മത്സരം എന്നിവ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കും. ഈ കലാകാരന്മാർക്ക് അറിയപ്പെടാനും അവരുടെ പെയിന്റിങ്സുകൾ വിൽക്കാനും പ്രദർശിപ്പിക്കാനും ഒരു അവസരം കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിലെ എല്ലാ കലാകാരന്മാരെയും മാക്സിമം ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് ശില്പികളും നാടകം, മ്യൂസിക് എല്ലാ കലാകാരന്മാരും ഒരുമിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു സംഘടന രൂപീകരിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ശില്പ പെയിന്റിംഗ് പ്രദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നു. അടുത്ത ഈ മാസം 28-ാം തീയതി 28, 29, 30 തീയതികളിൽ നിലമ്പൂർ കനോലി കോർട്ടിൽ വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഴിക്കോടത്തെ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പെയിൻറ്റിങ് മത്സരം കുട്ടികൾക്ക്. അതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മയക്കുമരുന്നിൻ്റെ ഇതിൻ്റെയൊക്കെ ലഹരി ഒഴിവാക്കിയിട്ട് കല ഒരു ലഹരിയാക്കാണ് ഉദ്ദേശിക്കുന്നത്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9037578478 9744687688 9946737311 എന്നീ നമ്പറുകളിൽ ഒന്നിൽ ബന്ധപ്പെടാവുന്നതാണെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഹരിദാസ് കുട്ടത്തി, P രാമചന്ദ്രൻ, സുശീലൻ നടുവത്ത്, രതീഷ് വല്ലപ്പുഴ എന്നിവർ പങ്കെടുത്തു.